ഒരു 10 വർഷം മുമ്പോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ UDF ഭരണത്തിലിരിക്കുന്ന കാലം. അന്ന് ഈ UDFിലെ പ്രധാന ഘടകകക്ഷികൾ എന്ന് പറയുന്നത് മുസ്ലിം ലീഗും മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസുമായിരുന്നു. അതെ. പിന്നീട് ഇടതുപക്ഷമൊക്കെ അതിലേക്ക് വരുന്നു. കാലം മാറി, മുന്നണി സംവിധാനത്തിൽ മാറ്റമുണ്ടായി. കെ മാണി LDFിലേക്ക്, അല്ലെ കെ മാണിയുടെ കോൺഗ്രസ് ഈ പറയുന്ന LDFിലെത്തുന്നു. ഇപ്പോൾ UDFിൽ ശക്തരാരാണെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗ് കാണുമെന്ന് സംശയം. ഇന്നിപ്പം വന്ന വാർത്ത മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റ് വേണമെന്നൊക്കെയാണ്. കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഇനി മുഖ്യമന്ത്രി പദത്തിലേക്ക് ഞങ്ങൾ അവകാശവാദം ഉന്നയിക്കുമെന്നതിൻ്റെ സൂചന കൂടിയാണ്. കാരണം അടുത്ത തവണ എന്തായാലും UDF വരുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടാവുമോ കേരളത്തിൽ? അല്ല, അതിന് വലിയ ശ്രമം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ലീഗിൻ്റെ ഭാഗത്ത് മാത്രം ശ്രമം പോരാ. അതുമാത്രമല്ല ഉള്ളത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിനകത്ത് ധാരാളം പേരുണ്ട്. കോൺഗ്രസിനകത്തുള്ള മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരൊക്കെ പ്രവർത്തിക്കുന്നത് ലീഗിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതിന് 2-3 കാരണം. ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇവരൊക്കെ കോൺഗ്രസിൽ ചേരുന്നതെന്നുള്ള വലിയ ചരിത്രമാണ്. ഇവർ കോൺഗ്രസിൽ ചേരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവർക്ക് ലീഗിൽ ചേരാൻ പറ്റില്ല ചിലർക്ക്. കാരണം ലീഗിന് ജാതിപരമായിട്ടുള്ള പ്രശ്നം കൊണ്ട് ലീഗിൽ ചേരാൻ പറ്റില്ല. അതുകൊണ്ട് ചിലരെ ലീഗിൽ ചേർന്നില്ല. പിന്നെ രണ്ടാമത് ഇവർ ലീഗിൽ ചേർന്നാൽ ഇവർക്ക് സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ മൂന്നാമത്തെ ഇവർ മതേതരവാദിയും തെളിയിക്കണം. ഈ മതേതരത്വം തെളിയിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം ഒരു സേഫ്റ്റി വാൽവാണ് എക്കാലത്തും കോൺഗ്രസ്സാണ്. ആ സേഫ്റ്റി വാൽവായിട്ടുള്ള കോൺഗ്രസ്സിൽ നിൽക്കുന്ന മുസ്ലിം നേതാക്കന്മാരായിരിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ മുസ്ലിം സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അവരാണ് 978-80 ആ സമയത്താണ് CH മുഹമ്മദ് മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ ഒരു ഇടക്കാലത്ത് കുറച്ച് സമയത്ത്. സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പം നിലവിലിരിക്കുന്നത്. അന്നുണ്ടായിരുന്നത് കേരളത്തിലെ കോൺഗ്രസ്സിൽ കുറച്ച് നേതാക്കന്മാരൊക്കെ ഹൈന്ദവ നാമധാരികളും ക്രൈസ്തവ നാമധാരികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ സ്ഥിതി മാറി. ഇന്നിപ്പോൾ കേരളത്തിൽ നല്ല നേതാക്കന്മാരില്ല. അതുകൊണ്ടാണ് KPCC പ്രസിഡന്റിന്റെ പേര് KM മുരളീധരൻ പറഞ്ഞാൽ തന്നെയാണ്. അയാൾ പണം കാണിച്ച ആരെങ്കിലും മനസ്സിലാവുമോ എന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാകാൻ സാധ്യമല്ലാത്ത ഒരാളെ പിടിച്ചിട്ട്, ക്രൈസ്തവ നാമധാരിയായിട്ടുള്ള ഒരാളെ പിടിച്ച്, കണ്ണൂർ ജില്ലക്കാരനായിട്ടുള്ള ആളെ പിടിച്ച് KPCC പ്രസിഡന്റ് ആക്കിയത് ഈ ഒരു ഉദ്ദേശത്തിന്റെ പുറത്താണ്. ആർക്കും അറിയില്ല അങ്ങനെക്കുറിച്ച്. ഒരു വിഷയത്തിലും പുള്ളിക്ക് അഭിപ്രായമില്ല. ഇപ്പൊ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടന്നു. എന്തായിരുന്നു, എവിടെയായിരുന്നു KPCC പ്രസിഡന്റ്? അദ്ദേഹത്തിന് വലിയ സേ ഉണ്ടായിരുന്നു ഇലക്ഷനകത്ത്? ഒരു സേ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയെല്ലാം വന്നിരുന്ന കോൺഗ്രസിലുണ്ടായിരുന്ന, ഒരു കാലത്തുണ്ടായിരുന്ന സ്വാധീനമുണ്ടായിരുന്ന മതവിഭാഗങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് ലീഗാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇന്ന് മുസ്ലിം ലീഗാണ് കോൺഗ്രസിലെ ആര് KPCC പ്രസിഡന്റ് ആവണം, ആര് പ്രതിപക്ഷ നേതാവാകണം, ആരെങ്കിലും മുഖ്യമന്ത്രിയാകണോ, ആരെങ്കിലും ഏതെങ്കിലും സീറ്റിൽ മത്സരിക്കണോ ഒക്കെ ലീഗാണ് തീരുമാനിക്കുന്നത്. ഒരു പങ്കും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കില്ല. കോൺഗ്രസ്സുകാർ ഇങ്ങനെ ആദർശമൊക്കെ പറഞ്ഞുകൊണ്ട് തേച്ച് അലക്കി ഷട്ടും മുണ്ടൊക്കെ ധരിച്ചുകൊണ്ട് നടന്നാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി തീരുമാനിക്കും. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നതും ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗിന്റെ സീറ്റിന്റെ എണ്ണം അവരിപ്പോൾ 4 സീറ്റ് അവർ കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. ഈ 4 സീറ്റ് കൂടി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടുന്ന പാർട്ടിയായിട്ട് ലീഗ് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് ആർക്കും ഉറപ്പില്ല. കാരണം കോൺഗ്രസ്സുകാർക്ക് പോലും ഉറപ്പില്ല. കാരണം അതിൽ എത്ര മുഖ്യമന്ത്രിമാരുണ്ടെന്നുള്ളവർ ആർക്കും അറിയില്ല. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ് മുഖ്യമന്ത്രി, രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി, ശശി തരൂരാണ് മുഖ്യമന്ത്രി, അത് KPCCയിലെ പഴയ പ്രസിഡന്റാണ് മുഖ്യമന്ത്രി. എല്ലാവർക്കും മുഖ്യമന്ത്രി ആവണം. AK ആന്റണി വരെ ആ പാനലിനകത്തിന് 4% വോട്ടോ പുള്ളിക്ക് കിട്ടിയത്. പുള്ളിക്ക് ആകെ ആരോ പറയുന്നവര് അങ്ങോട്ടേക്ക് വിസ അന്വേഷിച്ച് നടക്കുന്ന ആളെ പുള്ളി. അങ്ങനെയുള്ള AK ആന്റണി പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാനായിട്ടുള്ള ആ ലിസ്റ്റിനകത്ത് പുള്ളിയുടെ പോലും പേരുകൾ വിട്ടിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസിലെ നേതാക്കൾ പോലും ഇപ്പം മുസ്ലിം ലീഗിനെ വല്ലാതെ ഭയപ്പെടുന്നു. ഇതിന് മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. അതായത് KM മാണിയുടെ മകൻ ജോസ് കെ മാണി LDF മുന്നണിക്കകത്താണ്. പക്ഷേ ഇപ്പോൾ പറയുന്നത് ജോസ് കെ മാണി മുന്നണി മാറും, കേരള കോൺഗ്രസ് നേരെ UDFിലേക്ക് വരും. അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വലിയ വേരോട്ടമുണ്ട്. അങ്ങനെ വരണമെന്ന് ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗിനെ ഒന്ന് പിടിച്ചു നിർത്താൻ, അല്ലെ അവർക്കൊരു എതിരാളിയായിട്ട് പിടിച്ചു നിർത്താനാണ്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ UDF അനുകൂല മാധ്യമങ്ങളാണെന്നാണ് ജോസ് കെ മാണി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. അല്ല, അതൊരു സത്യമാണ്. കാരണം അതിനെങ്കിൽ UDFിലേക്ക് വരാൻ സത്യത്തിൽ ഇന്ന് KM മാണിയുടെ മകനായിട്ടുള്ള ജോസ് കെ മാണിക്ക് താല്പര്യമില്ല. അതെല്ലാവർക്കും അറിയാം. പക്ഷെ അയാളെ കൂടി ഇതിനകത്ത് കൊണ്ടുവന്നു വരികയാണെങ്കിൽ മധ്യ കേരളത്തില്, തിരുവിതാംകൂറിന്റെ പല ഭാഗങ്ങളിലും വലിയ സ്വാധീനം ഈ പറയുന്ന മാണി കേരള കോൺഗ്രസിനുണ്ട്. ഈ സ്വാധീനം വിനിയോഗിച്ചുകൊണ്ട് ലോക്കൽ ബോഡി ഇലക്ഷനിൽ കുറെ സീറ്റ് തരപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ആ സീറ്റ് മാത്രമല്ല, അസംബ്ലി തെരഞ്ഞെടുപ്പിനകത്ത് അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും. ഒരു 5 തുടങ്ങിയിട്ട് 15 വരേക്കുള്ള സീറ്റിനകത്ത് കാര്യമായിട്ടുള്ള വർധനവ് വരുത്താൻ വേണ്ടിയിട്ട് UDFിന് സാധിക്കുന്നുള്ള തിരിച്ചറിവ് അവരെ സംബന്ധിച്ചുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു ആത്മഹത്യക്ക് ജോസ് കെ മാണി തയ്യാറല്ല.
കാരണം ജോസ് കെ മാണിയെ സംബന്ധിച്ച് അവിടെ സ്പേസ് ഇല്ല. കാരണം അവിടെ മറ്റേ ഇദ്ദേഹമുണ്ട്, PJ ജോസഫ് അവിടെയുണ്ട്, അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകാർ അവിടെയുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ സ്പേസ്, കാരണം എപ്പോഴും മറ്റേ PJ ജോസഫും മാണി ഗ്രൂപ്പും എപ്പോഴും രണ്ട് ഗ്രൂപ്പിലേ ഉണ്ടാവുക. ഒരാൾ LDF-ലാണെങ്കിൽ മറ്റുള്ള UDF-ല്, അയാൾ UDF-ലാണെങ്കിൽ ഇയാൾ LDF-ല്. അങ്ങനെയായിരുന്നു പഴയ കാലത്തും. അങ്ങനെയായിരുന്നു ആദ്യകാലത്ത്. ഈ ജോസഫ് LDF-ന്റെ ഭാഗമായിരുന്നു. ആ സമയത്തായിരുന്നു KM മാണിക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെ ഉള്ളതിന്റെ പേരിൽ എനിക്ക് യാതൊരു വിശ്വാസവും തോന്നുന്നില്ല കേരള കോൺഗ്രസ് എന്ന് പറയുന്ന മാണി ഗ്രൂപ്പിന് അവർ UDF-ലേക്ക് വരാൻ യാതൊരു സാധ്യതയില്ല. അവർ LDF-ൽ തന്നെ തുടരാനുള്ള വളരെ സാധ്യതയുണ്ട്. അപ്പൊ അവരെ കൂടി കിട്ടുകയാണെങ്കിലാണ് ഇവർ ഈ പറയുന്ന 85 സീറ്റ് 90 സീറ്റ് ഇവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന കേരള കോൺഗ്രസിന് സ്വാധീനം ഉണ്ടാക്കണം. അതിനകത്ത് ഇവർക്ക് ലീഗിനും താല്പര്യമുണ്ട്. ലീഗിനെ സംബന്ധിച്ച്, മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒരിക്കലും കേരള കോൺഗ്രസിന് വലിയൊരു വെല്ലുവിളിയല്ല. കാരണം കേരള കോൺഗ്രസിന്റെ സ്വാധീനം എന്ന് പറയുന്നത് ഈ മധ്യ കേരളത്തിൽ മാത്രമാണ്. തെക്കൻ തിരുവിതാംകൂറിൽ മാത്രമാണ് സ്വാധീനമുള്ളത്. മറിച്ച് ലീഗിന്റെ സ്വാധീനം കൂടുതൽ വടക്കൻ കേരളത്തിലാണ്. അവരുദ്ദേശിക്കുന്ന മലപ്പുറം ജില്ല, പാലക്കാട് ജില്ലയുടെ ഒരു ഭാഗം, അതേപോലെ തന്നെ കോഴിക്കോട് ജില്ല, കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ലയാണ് നിലവിൽ അവരുടെ സ്വാധീനമുള്ളത്. എറണാകുളം ജില്ലയിൽ അവർ മത്സരിക്കാൻ പോകുന്നത് കളമശ്ശേരിയിൽ മാത്രമായിരിക്കും. പിന്നെ ഒരു മാക്സിമം ചോദിക്കാൻ പോകുന്നത് മട്ടാഞ്ചേരി മാത്രമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ലീഗിനെ സംബന്ധിച്ച് അവർക്ക് ഇന്ന് കൂടുതൽ അനിവാര്യമായിരിക്കുന്നത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ അവർക്ക് താല്പര്യം കേരള കോൺഗ്രസിന് മാണി ഗ്രൂപ്പിനെയാണ്. ഈ പറയുന്ന മാണി ഗ്രൂപ്പും കൂടി ഉണ്ടെങ്കിൽ തങ്ങൾക്ക് ഭരിക്കാൻ സാധിക്കുന്നുള്ള നല്ല വിശ്വാസം ലീഗിനെ സംബന്ധിച്ചുണ്ട്. കാരണം കേരള കോൺഗ്രസിന് കിട്ടാൻ പോകുന്ന 5 or 10 സീറ്റ് ഉണ്ടെങ്കിൽ ആ സീറ്റിന്റെ കൂടി പിന്തുണ ലീഗിനായിരിക്കും കിട്ടുക. ഒരിക്കലും ഇവർക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. കാരണം ഒരിക്കലും കോൺഗ്രസിന് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി മോഹങ്ങള് അത് കേവലം സർവേകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഒരു സാധ്യതയില്ല. അപ്പൊ ലീഗ് മുഖ്യമന്ത്രിക്ക് പദത്തിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്താൽ എതിർക്കാൻ പറ്റുന്ന ഒരു കോൺഗ്രസ് നേതാവ് പോലും ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ആരുമില്ല. നിങ്ങൾ ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ ജയിച്ച്? നിലമ്പൂർ ജയിച്ച്. നിലമ്പൂരാണ് ഇവർ LDF-ൽ നിന്നൊരു സീറ്റ് പിടിച്ചത്. ആ LDF-ൽ സീറ്റ് പിടിച്ചതില് അൻവറിന്റെ വോട്ട് പിടിച്ച്, LDF-ന്റെ വോട്ട് പിടിച്ച്, UDF-ന്റെ വോട്ട് പിടിച്ചു. സ്വാഭാവികമായിട്ട് അതിനകത്ത് UDF ജയിച്ചു. പക്ഷെ അതിനകത്ത് ആർക്കാണ് സേ ഉള്ളത്? അവിടെ സേ ഉള്ളത് കുഞ്ഞാലിക്കുട്ടിക്കാണ്. അവിടെ സേ ഉള്ളത് മറ്റേ പാണക്കാട് തങ്ങൾക്കാണ്. ഈ പാണക്കാട് തങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ അവിടുത്തെ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ പോലും അവിടേക്ക് പോവാണ് അദ്ദേഹം ഉണ്ടായത്. കാരണം പഴയ കാലത്താണ് ആര്യാടൻ മുഹമ്മദ് പറയും എനിക്ക് ലീഗിന്റെ പിന്തുണ ആവശ്യമില്ല. പക്ഷെ ആര്യാടൻ ഷൗക്കത്ത് നേരെ പോവുകയാണല്ലേ തങ്ങളുടെ വീട്ടിലേക്ക്. ഷൗക്കത്ത് ആദ്യം പോകുന്ന പാണക്കാടായി പോയിട്ട് അവിടെ ചെന്ന് സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. അവിടെ ബിരിയാണി ചെമ്പിലാണ് അദ്ദേഹത്തിന് തലയിട്ടത്. ആ ബിരിയാണി ചെമ്പിൽ തലയിട്ട് ബിരിയാണിയും കഴിച്ചു വന്നിട്ടുള്ള മറ്റേ ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് ഇന്ന് ആവശ്യം കോൺഗ്രസിന്റെ സപ്പോർട്ടല്ല. അദ്ദേഹം അവിടെ MLA ആയത് ലീഗിന്റെ പിന്തുണയിലാണ്. ഇത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ലീഗില്ലാത്ത ഒരു UDF ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ലീഗ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ജനവിഭാഗത്തിലെ എല്ലാ ജാതി വിഭാഗങ്ങളെയും തങ്ങളുടെ കീഴിൽ കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ്. അവർക്ക് നല്ല ബന്ധമാണ് ജമാഅത്ത് ഇസ്ലാമിയായിട്ട്, അവർക്ക് നല്ല ബന്ധമാണ് പഴയ മറ്റേ പോപ്പുലർ ഫ്രണ്ടായിട്ട്, അവർക്ക് നല്ല ബന്ധമാണ് SDPI ആയിട്ട്, അവർ ഈ പറയുന്ന PDP ആയിട്ട് മോശമല്ലാത്ത ബന്ധമുണ്ട്. അപ്പൊ ഈ ബന്ധങ്ങളെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവരെയൊക്കെ തന്നെ ലീഗിനെ പിന്തുണയ്ക്കുന്ന ആളുകളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30% വരുന്ന മുസ്ലിം ഉണ്ടെന്ന് അവർ പറയുന്നത്. 26 30 വേറെ തർക്കമാണത്. ചിലപ്പോൾ 26 ആയിരിക്കാം. ഏതാണെങ്കിലും അത്രയും സംഘടിതമായിട്ടുള്ള വോട്ടൊന്നും കേരളത്തിലെ കോൺഗ്രസിന് ഇല്ല എന്നുള്ള തിരിച്ചറിവ് ലീഗിനെ സംബന്ധിച്ചുണ്ട്. കോൺഗ്രസിന് ഈ പറയുന്ന വോട്ടൊന്നുമില്ല. കോൺഗ്രസിന് പരമാവധി 24-25% വോട്ടേ കേരളത്തിലുള്ളൂ. അപ്പൊ ലീഗിന്റെ വോട്ടും കൂടി കിട്ടുകയാണെങ്കിൽ മാത്രമാണ് അവർക്ക് 35-38% വോട്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുക. അപ്പൊ കോൺഗ്രസിന്റെ പരിശ്രമം അതിനാണെങ്കിൽ ആ പരിശ്രമത്തിന്റെ മുഖവിലക്കെടുത്തുകൊണ്ട് ലീഗ് പരിശ്രമിക്കുന്നത്. ലീഗിന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാ? ലീഗിന് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വോട്ടുകളുണ്ട്, കൃത്യമായിട്ടുള്ള MLA-മാരുടെ കയ്യിലുണ്ട്. അതിൽ തമ്മിൽ ഗുസ്തിയില്ല. അതിൽ മറ്റേ കുഞ്ഞാലിക്കുട്ടിയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കും. പാണക്കാട് തങ്ങളടക്കം കൈയടിച്ച് പാസ്സാക്കാൻ സാധ്യത മുസ്ലിം ലീഗില് PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവുന്ന സമയത്താണ്. മറിച്ച് അതല്ലല്ലോ കോൺഗ്രസിന്റെ അവസ്ഥ. കോൺഗ്രസിൽ അവിടെ ആരൊക്കെ ജയിച്ച എല്ലാവരും മുഖ്യമന്ത്രിമാരാ. എല്ലാവർക്കും മുഖ്യമന്ത്രിയാവണം. ഈ പറയുന്ന പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും കാരണവശാൽ UDF-ന് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി മുസ്ലിം ലീഗുകാരൻ തന്നെയാകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തെ പരിശോധിക്കുന്ന ആർക്കും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ UDF-ന്റെ ഒരു തലപ്പത്തേക്ക് ഇപ്പം മുസ്ലിം ലീഗ് വരുന്നു.
അപ്പം UDF ഇനി നിയന്ത്രിക്കുന്ന ലീഗാണെന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വലിയ ഓപ്ഷനുണ്ട് ജോസ് കെ മാണിക്കെന്ന് UDF ചില കേന്ദ്രങ്ങളെങ്കിലും ഈ മാണി കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ ധരിപ്പിക്കില്ലേ? കാരണം മുസ്ലിം ലീഗിൻ്റെ ഈ അപ്രമാദിത്വത്തെ ഒതുക്കാൻ എല്ലായ്പ്പോഴും സാധിച്ചത് KM മാണി എന്ന് പറയുന്ന അധികായനായിരുന്നു. പക്ഷേ KM മാണിയുടെ മകൻ എന്ന് പറയുന്ന ജോസ് കെ മാണിക്ക് അതിന് കഴിവില്ല എന്ന് ചിലർ ചിന്തിക്കുന്നു. നിങ്ങൾ അതിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആകർഷിക്കുകയല്ലേ ഇവിടെ ചെയ്യുന്നത്? അല്ല, ഇവർ ആകർഷിക്കുകയാണ്. പക്ഷേ സാധ്യതയുള്ളത് KM മാണിയായിരുന്ന സമയത്ത് KM മാണിക്ക് കുഞ്ഞാലിക്കുട്ടിയോട് ഏറ്റുമുട്ടാനായിട്ടുള്ള ബുദ്ധി കൗശലവും എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന് ആ ഒരു ക്ഷമതയ്ക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്. ഇന്നിപ്പോൾ ജോസ് കെ മാണിക്ക് എന്താ ഉള്ളത്? ജോസ് കെ മാണിക്ക് അവിടെ ഒരു പക്ഷേ ലീഗിൽ ആ ഷാജിയോട് പോലും ഏറ്റുമുട്ടാൻ പറ്റൂല. യൂത്ത് ലീഗിൻ്റെ ആളായിരുന്നു ഷാജിയില്ലേ, അയാളുടെ പോലും ഏറ്റുമുട്ടാനുള്ള കരുത്തുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് കുഞ്ഞാലിക്കുട്ടിയായിട്ട് ഏറ്റുമുട്ടുന്ന പ്രശ്നമേ വരുന്നില്ല. ആകെയുള്ള സംഗതി കുഞ്ഞാലിക്കുട്ടി കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്ന ഏതെങ്കിലും സീറ്റ് റവന്യൂ വകുപ്പ് ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ ഈ പറയുന്ന വനം സംരക്ഷണം നടത്താൻ സാധിക്കുന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒന്നും ഇവരെ സംബന്ധിച്ച് സാധ്യമല്ല. അപ്പോൾ ഏതാണെങ്കിലും KM മാണിയുടെ ഗ്രൂപ്പുകാർ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ UDFിലേക്ക് പോകാൻ സാധ്യതയില്ല. അവർക്ക് ഏറ്റവും കൂടുതൽ ആശാസ്യമായിരിക്കുന്നത് LDF തന്നെയാണ്. ആ LDFിനകത്ത് അവർ നിൽക്കുകയും കുഞ്ഞാലിക്കുട്ടി ഇനിയിപ്പോൾ UDFിന് ഏതെങ്കിലും കാരണത്താൽ അധികാരം കിട്ടാൻ സാധ്യത വളരെ കുറവാണ് കേട്ടോ. അങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്ന സമയത്ത് മാത്രം ഇതിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. കാരണം ഒരു സാധ്യതയില്ല. കാരണം അതിനെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താവുന്ന ആരുമില്ല നിലവിൽ. ആ സ്ഥാനം കുഞ്ഞാലിക്കുട്ടിക്കുള്ളതാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ കുഞ്ഞാലിക്കുട്ടിയുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരാണുള്ളത്. ഇവരൊക്കെ കുഞ്ഞാലിക്കുട്ടിയെ കാണുന്നത് ഒരു ഭയഭക്തി ബഹുമാനത്തോടെയാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടികളുടെ സാധ്യത വളരെ കൂടുതലാണെന്നാണ് കേരള രാഷ്ട്രീയത്തെ പഠിക്കുന്ന ഒരാളെന്നിലേക്ക് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.